ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ക്ലിപ്പിംഗ് മാസ്ക് ആണ്. ഇതിനു മുൻപ് നമ്മൾ ടെക്സ്റ്റ് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഷേപ്പുകൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് പല സംഗതികൾക്കും യൂസ് ആവും. നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു പേജ് ഓപ്പൺ ചെയ്യണം. ഞാൻ ക്രിയേറ്റ് ന്യൂ കൊടുത്തൊരു പേജ് ഓപ്പൺ ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് ഞാനിവിടെ 1920x1080 അതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇതുപോലെ അത് ഓപ്പൺ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ്, ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇമേജ് കട്ട് ചെയ്യേണ്ടത് ആ ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പ് ഫോട്ടോഷോപ്പിൽ വരച്ചതിന് ശേഷം അതും നിങ്ങൾക്ക് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് മെസ്സിയുടെ ഇമേജിൻ്റെ ഒരു ഷേപ്പാണ്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിവിടെ ആഡായി കഴിഞ്ഞു. എൻ്റർ കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യേണ്ടത് അത് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആഡ് ചെയ്യണം. ഞാൻ ഈ ഒരു ഇമേജ് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്യുന്നു. അതും ഇതുപോലെ വന്നു. ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ വലുതാക്കി ഇവിടെ കൊടുക്കുന്നു. എൻ്റർ കൊടുക്കുന്നു. ഇനി ഇത് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ ഇമേജിൽ നമ്മൾ ആഡ് ചെയ്ത ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഷോർട്ട് കട്ട് അടിച്ചും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഈ ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഓൾറെഡി ആ ഷേപ്പിനനുസരിച്ച് ആ പിക്ചർ കട്ടായി കഴിഞ്ഞു. ഞാൻ Ctrl Z അടിക്കുന്നു. അതിനുശേഷം ഇത് കീബോർഡ് ഷോർട്ട് കട്ട് അടിച്ച് Ctrl Alt G അടിച്ച് അത് ചെയ്തു കഴിഞ്ഞു. അതായത് ഇതിൻ്റെ ഷോർട്ട് കട്ട് Ctrl + Alt + G ആണ്. അങ്ങനെ കീബോർഡിൽ പ്രസ് ചെയ്തപ്പോഴും സെയിം അതേപോലെ ക്ലിപ്പിംഗ് മാസ്ക് ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ഷേപ്പ് വരച്ചുകൊണ്ട് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്ത് നോക്കാം. ഞാൻ ആ ഇതും ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഒരു കസ്റ്റം ഇതിവിടെ വരയ്ക്കുകയാണ് ഷേപ്പ്. അതിനുവേണ്ടി ഇവിടെ കസ്റ്റം ഷേപ്പ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ ഷേപ്പ് തന്നെ എടുക്കുന്നു. അതിനുശേഷം ആ ഷേപ്പ് ഇവിടെ വരക്കുന്നു. വരച്ചതിന് ശേഷം ഇത് Ctrl Backspace അടിച്ചാൽ ഇത് ഫില്ലാവുന്നതായിരിക്കും. അതും ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് ഇതിൻ്റെ സെൻറ്ററിലോട്ട് മൂവ് ചെയ്ത് വെക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അതും ആഡ് ചെയ്ത് കഴിഞ്ഞു. സെൻറ്റർ കൊടുക്കുന്നു. ഇനി ഇവിടെ വന്നതിന് ശേഷം ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് ഇതാ അത് വന്നു കഴിഞ്ഞു. ഇനി അതിനുശേഷം നിങ്ങൾ ഈ ഇമേജ് സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് Ctrl T അടിച്ച് നിങ്ങൾക്കത് ചെറുതാക്കാവുന്നതാണ്. ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് Ctrl T അടിക്കണം. ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഷേപ്പ് ഉപയോഗിച്ച് ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.